അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഭൂമിയിലൊരു സ്വർഗമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ സ്വർഗം ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭവനത്തിൽ നിന്ന് അവിടുത്തെ മിഹ്റാബിലേക്ക് നടന്നുപോയ ഇടം, ആ കാൽപാദം പതിഞ്ഞ ഇടത്തിനെ ഭൂമിയിലെ സ്വർഗമായിട്ട് ആകാശലോകത്തിന്റെ അധിപനായ അള്ളാഹു പ്രഖ്യാപിച്ചു. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടും വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന പ്രദേശവും മിമ്പർ വരെയുള്ള ഇടവും ഭൂമിയിലെ സ്വർഗമാണെന്ന് പറയാനുള്ള കാരണം? അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന സംസ്കാരത്തിന്റെ അധ്യാപകൻ മുഅല്ലിമു സഖാഫ ജീവിച്ചിരുന്നത്. ആ സംസ്കാരത്തിന്റെ അധ്യാപകനിൽ നിന്ന് അറിവുകൾ സ്വായത്തമാക്കി നക്ഷത്രതുല്യരായി മാറിയ ഒരു സമൂഹം വിജ്ഞാനം നേടാനായി വന്നിരുന്നത്. അറിവുള്ളവരും അറിവ് പഠിക്കുന്നവരും ഒരിടത്തുണ്ടായാൽ അവിടെയും സ്വർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കാം. നമ്മുടെ വീട്ടിലെ മക്കൾ കൃത്യമായി ആത്മീയ പഠനം നടത്തുന്നവരാണ്, മദ്രസ പഠനത്തിലൂടെ അറിവ് നേടുന്നവരാണ് എങ്കിൽ, അത് കൃത്യമായും കാര്യക്ഷമതയോടും കൂടിയാണ് എങ്കിൽ നമ്മുടെ വീടും സ്വർഗമായി മാറും. അപ്പൊ മദ്രസ പഠനത്തിന് പ്രാമുഖ്യം നൽകണം. കേവലം ചടങ്ങ് കഴിക്കാൻ വേണ്ടി മാത്രം മദ്രസയിൽ പറഞ്ഞയച്ചാൽ പോരാ. നൂതന കാലിക സാങ്കേതിക ശാസ്ത്രീയപരമായ സംവിധാനങ്ങൾ ഒരുക്കി നമ്മുടെ സ്ഥാപനം മൗലദ്ദീവിലെ അക്കാഡമിയിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം വിദ്യാർത്ഥികൾക്ക് ആസ്വദിച്ച് സമ്മർദ്ദങ്ങളില്ലാതെ പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ സൈനബ് ഹോളിഡേ മദ്രസ ഒരുക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുക, അവരറിവ് നേടട്ടെ. അറിവുള്ളവരായി നമ്മുടെ മക്കൾ മാറുമ്പോൾ നമ്മുടെ വീട് സ്വർഗമായി മാറട്ടെ. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും വ്യാകുലതകളും വേദനകളും അള്ളാഹു ഇതുമൂലം നീക്കിത്തരും. അള്ളാഹു നീക്കിത്തരട്ടെ.